അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1155, സൂറത്തു മാഇദ 101, 102 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم. قد سألها قوم من قبلكم ثم أصبحوا بها كافرين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يا أيها الذين آمنوا وسത്യവിശ്വാസികളെ لا تسألوا عن أشياء, പല കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ ചോദിക്കരുത്. ഇൻ തുബ്ദലക്കും, നിങ്ങൾക്കതിന്റെ നിജസ്ഥിതി വെളിവാക്കപ്പെട്ടാൽ തസുഉക്കും, അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. വൈൻ തസ്അലു അൻഹ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചാൽ ഹൈന യുനസ്സലുൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ തുബ്ദലക്കും, നിങ്ങൾക്കതിന്റെ നിജസ്ഥിതി വെളിവാക്കപ്പെടുന്നതാണ്. അഫല്ലാഹു അൻഹ, അവകളെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു. വല്ലാഹു ഗഫൂറുൻ, അള്ളാഹു അല്ലാതെ പൊറുക്കുന്നവനാണ്. ഹലീമുൻ, സഹനം ഉള്ളവനും ആണ്. ഖദ് സഅലഹ ഖൗമും മിൻ ഖബ്ലിക്കും, ഇങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങൾ ചോദിച്ചിരുന്നു. സുമ്മ അസ്ബഹു ബിഹാ കാഫിരീൻ, പിന്നീട് അവർ അതിനെ നിഷേധിക്കുന്നവരുമായി തീർന്നു. വിശുദ്ധ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ഒരു അച്ചടക്ക നടപടിയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പൊതുവായൊരു വിവരണം തരുന്നു. ആ വിവരിച്ച സംഗതിയുടെ പ്രഥമമായ ഒരു റൂട്ടുണ്ടാകും, എളുപ്പമുള്ള റൂട്ട്. അതേസമയത്ത് കൂടുതൽ ആഴത്തിലേക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോയാൽ കുറച്ചുകൂടി കണിശമായതോ അല്ലെങ്കിൽ കാഠിന്യമുള്ളതോ ആയിട്ടുള്ള സംഗതികൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. എന്നാൽ നമ്മളായിട്ട് ചോദിച്ച് ആ കാഠിന്യമുള്ളതിനെ വിളിച്ചു വരുത്തേണ്ടതില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നതിന്റെ ചുരുക്കം. അതേപോലെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു നിലപാട് മുമ്പ് പലർക്കും ഉണ്ടായിരുന്നു. അത്തരം സംഗതികളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന രണ്ടു രൂപത്തിലുള്ള ഉപദേശമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഅ, സത്യവിശ്വാസികളെ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചോദിക്കരുത്. ഇൻ തുബ്ദലക്കും തസുഉക്കും, അതിന്റെ നിജസ്ഥിതി വെളിവാക്കപ്പെട്ടാൽ നിങ്ങൾ ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞത് ഹാദാ തഅദീബും മിനല്ലാഹി തആല ലിഇബാദിഹിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കൊരു മര്യാദ പഠിപ്പിച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വനഹിയുൽ ലഹും, അവരെ വിലക്കുകയും ചെയ്യുകയാണ്. അൻ യസ്അലു അൻ അശ്യാഅ മിമ്മാ ലാ ഫായിദത ലഹും ഫിസ്സുആലി വത്തൻഖീബി അൻഹാ, അവർക്ക് അതിനെക്കുറിച്ച് ചികഞ്ഞ് അന്വേഷിക്കുന്നതിലോ ചോദിക്കുന്നതിലോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്ത സംഗതികൾ, ആ സംഗതികൾ ചോദിക്കുന്നതിനെ തൊട്ട് വിലക്കുകയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം ലിഅന്നഹാ ഇൻ ഉൽഹിറത് ലഹും തിൽക്കൽ ഉമൂർ, ആ കാര്യങ്ങൾ അവർക്ക് കൃത്യമായി വെളിവാക്കപ്പെട്ടാൽ റുബ്ബമാ സാഅത്തുഹും, അത് ചിലപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കും. വശഖ്ഖ അലൈഹിം സമാഉഹ, അത് കേൾക്കുന്നത് തന്നെ അവർക്ക് പ്രയാസകരമായിരിക്കും. അപ്പൊ ചോദിച്ചിട്ട് നമ്മൾ അത്തരം ഒരു സംഗതി എന്താക്കാൻ പാടില്ല, ചോദിച്ച് നമ്മൾ അത്തരം ഒരു വഴിയെ പോയ വയ്യാവേലി എന്ന് പറയുന്നത് പോലെ അത് നമ്മൾ ചോദിച്ചുണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിനോട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു.
മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ നേരത്തെ സൂറത്തുൽ ബഖറയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടു, കൊലയാളി ആരാണെന്ന് അറിയുന്നില്ല, എന്നാൽ വേറൊരാളെക്കുറിച്ച് കൊലപാതകം ആരോപിക്കപ്പെട്ടു, അദ്ദേഹം നിരപരാധിയാണെന്ന് ആണയിട്ട് പറയുന്നു. അപ്പൊ വസ്തുത എന്നറിയാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ജനങ്ങളെ സമീപിച്ചു. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഒരു പശുവിനെ അറുത്തിട്ട് അതിന്റെ ഒരു എല്ലെടുത്ത് ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിലൊന്ന് തട്ടിയാൽ അദ്ദേഹം എഴുന്നേൽക്കും, എന്നിട്ട് അദ്ദേഹം തന്നെ പറയും ആരാണ് എന്നെ കൊന്നത് എന്ന്. അപ്പൊ അതിനൊരു പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവരോട്. അപ്പൊ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ ആ പശു എങ്ങനെയുള്ള പശുവായിരിക്കണം, അതിന്റെ കളർ എന്തായിരിക്കണം, അതിന്റെ വിശേഷണങ്ങൾ എന്തായിരിക്കണം, ആ പശുവിന്റെ എന്തൊക്കെ കണ്ടീഷൻസുകൾ പാലിക്കണം എന്നിങ്ങനെ ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങൾ അവർ ചോദിച്ചു. അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇന്നൽ ബഖറ തശാബഹ അലൈന, ഏത് പശുവിനെയാണ് അറക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കുന്നു മൂസാ നബിയെ, അതുകൊണ്ട് നിങ്ങൾ ആ പശുവിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വാസ്തവത്തിൽ ഒരു പശുവിനെ അറക്കണമെന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു, കൂടുതൽ ചോദ്യം ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ അവർ ചോദിച്ചു പോയപ്പോൾ അവസാനം എന്തായി? അവസാനം ആ പശുവിന് കുറെ ഡിമാൻഡുകൾ, കണ്ടീഷൻസുകൾ വെക്കപ്പെട്ടു. ആ കണ്ടീഷനൊക്കെ കൂടെ പാലിച്ചിട്ടൊരു പശുവിനെ വാങ്ങാൻ ആ പശുവിനെ അറുത്ത് അതിന്റെ തോല് നിറയെ സ്വർണം കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി. അപ്പൊ ചുരുങ്ങിയത് നമുക്കൊരു ഉദാഹരണത്തിന് പറയാം, ഒരു 10,000 രൂപ കൊണ്ട് നടക്കുമായിരുന്ന ഒരു സംഗതിക്ക് 10 ലക്ഷം രൂപ ചെലവാക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ആ 10 ലക്ഷം ചെലവാക്കേണ്ട ഗതികേട് ഇവർ സ്വയമേവ വരുത്തി വെച്ചതാണ് ഈ ആവശ്യമില്ലാത്ത ചോദ്യം കൊണ്ട്. ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില നിയമങ്ങൾ പറയുന്നു. ആ നിയമങ്ങൾ പറയുന്ന സമയത്ത് ആ പറഞ്ഞ നിയമത്തിന്റെ ഒരു ബാഹ്യവശമുണ്ടാവുമല്ലോ, അത് അവിടെ നിർത്തിയാൽ മതി ചർച്ച. അതിന്റെ അപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു പോയാൽ എന്താവും? നിയമം കർശനാകും. ഉദാഹരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേലിൽ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു ജനങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഹജ്ജ് നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കൊല്ലവും നിർവഹിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞില്ലെങ്കിൽ ഒരു കൊല്ലം നിർവഹിച്ചാലും ബാധ്യത വീടാൻ അത് മതിയാകുമെന്നൊരു പൊതുബോധമുണ്ടല്ലോ. ആ പൊതുബോധത്തിൽ നിന്നാ മതി. അതിനു പകരം ഒരാൾ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അഫീ കുല്ലി ആമീൻ, നബിയെ എല്ലാ കൊല്ലവുമാണോ ഈ ഹജ്ജ് നിർബന്ധമാകുന്നത് എന്ന് ചോദിച്ചു. അത് അനാവശ്യ ചോദ്യമാണ്. കാരണം എല്ലാ കൊല്ലവും വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറയാത്ത സ്ഥിതിക്ക് ഒരു കൊല്ലം ചെയ്താൽ തന്നെ എന്തായി? ബാധ്യത വീടി എന്നാണ് പൊതുവായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ആ മനസ്സിലാക്കേണ്ട സംഗതിക്കപ്പുറം എല്ലാ കൊല്ലവും വേണോന്ന് ഇയാൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കൊല്ലവും എന്ന് അല്ലാഹു തആല തീരുമാനിച്ചാൽ ജനം വിഷമിക്കില്ലേ? വിഷമിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഫീ കുല്ലി ആമീൻ, എല്ലാ കൊല്ലത്തിലുമാണോ ഹജ്ജ് നിർബന്ധമാകുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തല്ലൊരു അസ്വസ്ഥത തോന്നി. റസൂലുള്ളാഹി പ്രതികരിച്ചില്ല. എന്നാൽ ചോദ്യം കേൾക്കാത്തത് കൊണ്ടാണോ എന്ന നിലയ്ക്ക് രണ്ടാമതും മൂന്നാമതും അദ്ദേഹം ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, വൈഹക്, എന്തൊരു നാശത്തിലേക്കാണ് നിങ്ങളുടെ ചോദ്യം പോകുന്നത് സഹോദര. ഞാനെങ്ങാനും എല്ലാ കൊല്ലവും നിർബന്ധമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമാകുമല്ലോ. അങ്ങനെ എല്ലാ കൊല്ലവും ഹജ്ജ് നിർബന്ധമാണെന്ന് വന്നാൽ നിങ്ങൾ കഷ്ടപ്പെടില്ലേ? അതേസമയത്ത് ഹജ്ജ് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം നിർവഹിച്ചു, എന്റെ ബാധ്യത വീടി എന്ന ഒരു പൊതുബോധത്തിലേക്ക് എത്താൻ ഇപ്പൊ പറഞ്ഞ വിശദീകരണത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ നിജസ്ഥിതി അറിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമമുണ്ടാവുന്ന ചോദ്യങ്ങൾ ചോദിക്കുക, അതൊന്നും പാടില്ല എന്ന് വിലക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. അതാണ് ഒരു മര്യാദ പഠിപ്പിക്കുന്ന ചോദ്യമാണിതെന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? ചില സംഗതികൾ നമ്മൾ അറിഞ്ഞാൽ എന്താവും? വിഷമുണ്ടാവും. അതൊരു സംഗതി തന്നെയല്ലേ, ഒരു സത്യമാണല്ലോ. അപ്പൊ നമ്മൾ അറിയാതിരിക്കുന്നതിലായിരിക്കും ഗുണമുള്ളത്. അപ്പൊ അത് വെറുതെ അറിയിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട,
മുത്തനബിന്റെ ഹദീസിലുണ്ടല്ലോ, കമാ ജാഅ ഫിൽ ഹദീസ്, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ഹദീസിൽ വന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുബല്ലിഗുനി അഹദുൻ അൻ അഹദിൻ ഷൈആ, നിങ്ങളിൽ നിന്ന് ഒരാളും മറ്റൊരാളെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഗതിയും എനിക്ക് എത്തിച്ചു തരരുത്. അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്തു, ഇദ്ദേഹം ഇത് ചെയ്തു എന്നിങ്ങനെ ഒരാളെക്കുറിച്ച് എനിക്ക് അറിയാത്ത സംഗതികൾ നിങ്ങൾ എനിക്ക് എത്തിച്ചു തരരുത്. കാരണം ഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമുസ് സദ്രി, ഞാൻ നിങ്ങളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് ക്ലിയറായ മനസ്സുമായിട്ടാണ്. അപ്പൊ ഒരാളെ പറ്റിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു ചിത്രം നിങ്ങൾ എനിക്ക് തന്നാൽ എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ നല്ല തെളിഞ്ഞ മനസ്സോടുകൂടെ അദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു വിവരവും ഒരാളെക്കുറിച്ചും നിങ്ങൾ എനിക്ക് എത്തിച്ചു തരരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താ പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്? ആ സംഗതി എന്തായാലും അയാളെക്കുറിച്ച് ഞാൻ അറിയേണ്ടതല്ലല്ലോ. ഞാൻ അറിയേണ്ടതല്ലാത്ത ഒരു നെഗറ്റീവ് പോയിന്റ് ഒരാളെക്കുറിച്ച് എനിക്ക് നിങ്ങൾ എത്തിച്ചു തന്നിട്ട് എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു നീരസം തോന്നാനുള്ള അവസരമുണ്ടാക്കരുത്. ഇതൊരു പൊതുതത്വമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. മുസ്ലിമിന്റെ സ്വഭാവം തന്നെ ഏറ്റവും നല്ല മുസ്ലിമിന്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി, ഒരു മുസ്ലിമിന്റെ നല്ല മുസ്ലിമാവുക എന്നതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ഒരു മുസ്ലിമിന്റെ ഇസ്ലാം നന്നാവുക, നല്ല മുസ്ലിമാവുക എന്നതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനീഹി, അവന് ശരിയായി ബാധിക്കാത്ത സംഗതികളൊക്കെ അവൻ ഉപേക്ഷിക്കണം. നാട്ടുകാരെന്തായി, അവരുടെ വിഷയം എന്തായി, അല്ലെങ്കിൽ അയാൾ എന്താണ് ആ പറഞ്ഞത്, ഇയാൾ എന്താണ് ഈ ചെയ്തത്, അയാൾ എങ്ങോട്ടാ പോകുന്നത്, ഇയാളെ എവിടുന്നാ വരുന്നത്, ഇങ്ങനെ തുടങ്ങി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ബാധിക്കാത്ത സംഗതികളിലൊന്നും നമ്മൾ തലയിടണ്ട. കാരണം അങ്ങനെ തലയിടുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെയും അറിയാത്ത പല സംഗതികളിലേക്കും നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് ചിലവരോട് വിഷമം തോന്നും, ചിലവരോട് നമുക്ക് ഈർഷ്യത തോന്നും. അതൊക്കെ നമ്മുടെ ഈമാനിന്റെ ക്വാളിറ്റിയെ ബാധിക്കുകയും അത് മുഖേന നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള ഒരു അപജയം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടുണ്ടായതാ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ടത് കൊണ്ടുണ്ടായതാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്ന മര്യാദ പഠിപ്പിക്കൽ എന്നാണ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഖുതുബകൾ കേൾക്കുമ്പോ, ഓരോ പ്രസംഗങ്ങൾ കേൾക്കുമ്പോ ഒക്കെ മഹാന്മാരായ സഹാബത്ത് വല്ലാതെ അതിനെ അവരെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവരതിന്റെ ഗൗരവം കാണുമായിരുന്നു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇമാം ബുഖാരിയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖതബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബതൻ മാ സമഅതു മിസ്ലഹാ ഖത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ഖുതുബ നിർവഹിച്ചു, അതുപോലത്തെ ഒരു ഖുതുബ ഞാൻ കേട്ടിട്ടില്ല. ആ ഖുതുബയിൽ നബി തങ്ങൾ പറഞ്ഞു, ലൗ തഅലമൂന മാ അലമു, ഞാൻ അറിയുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ നിങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ ലഹഖ്തും ഖലീലൻ വല ബഖൈതും കസീറ, നിങ്ങൾ വളരെ കുറച്ച് ചിരിച്ച് ധാരാളമായി കരയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ മുത്തുനബി എന്തൊക്കെയോ സംഗതികൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖത്ത അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുജൂഹും ലഹും ഹനീൻ, മഹാന്മാരായ സഹാബത്ത് മുഖം ഇങ്ങനെ അവരുടെ വസ്ത്രം കൊണ്ട് മറച്ചു പിടിച്ചു, അവർക്ക് വല്ലാത്തൊരു തേങ്ങൽ, ഓരോരുത്തരും ഇരുന്ന് കരയുകയാണ്. ആ കരയുന്ന സമയത്ത് പക്ഷേ ഫഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, മൻ അബി, അള്ളാഹുവിന്റെ ദൂതനെ എന്റെ ഉപ്പ ആരാണ് എന്ന് ചോദിച്ചു. ഖാല ഫുലാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ പേര് പറഞ്ഞു. ഫനസലത് ഹാദിഹിൽ ആയ, അപ്പോഴാണ് ഈ സൂക്തം ഇറങ്ങുന്നത്, ലാ തസ്അലു അൻ അശ്യാ, പല സംഗതികളെ സംബന്ധിച്ചും നിങ്ങൾ ചോദിക്കരുത്. എന്താണ്? ഇൻ തുബ്ദലക്കും തസുക്കും, അതിന്റെ നിജസ്ഥിതി വെളിവാക്കപ്പെട്ടാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പൊ എന്റെ വാപ്പ ആരാണ് എന്നൊരാൾ ചോദിച്ചതാരാ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹമി റളിയല്ലാഹു അൻഹു. ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് സഹാബിയാണ്. അദ്ദേഹം ചോദിക്കാനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ഉപ്പയെ സംബന്ധിച്ച്, ഉപ്പ ഹുദാഫ അല്ല എന്ന് പറഞ്ഞാൽ തന്റെ ഉപ്പാനെ കുറിച്ചൊരു ആവശ്യമില്ലാത്തൊരു ചർച്ച സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നിങ്ങൾ എന്റെ ഉപ്പ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നുബുവത്തിന്റെ നാവുകൊണ്ട് മറുപടി പറഞ്ഞു, അബൂക ഹുദാഫ,
നിങ്ങളുടെ ഉപ്പ ഹുദാഫയാണെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടിപ്പോ എന്താ, ഇപ്പോ ഹുദാഫയാണെന്ന് അറിഞ്ഞപ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് തന്റെ അഭിമാനം സംരക്ഷിക്കാനായി. പക്ഷേ യഥാർത്ഥത്തിൽ ഹുദാഫ അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ശരിയായ മറുപടി പറഞ്ഞാലോ? അപ്പൊ ശരിയായ മറുപടി പറഞ്ഞ സമൂഹത്തിലപ്പം നിലനിൽക്കുന്ന ഒരു ദുരാരോപണം, ആ ദുരാരോപണത്തിന് സ്ഥിരീകരണം വരും. ആ സ്ഥിരീകരണം വന്നിരുന്നുവെങ്കിലോ അദ്ദേഹത്തിന് വിഷമാവുകയായിരുന്നല്ലോ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്ത്, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. മനസ്സിലായോ? അതായത് അതിലൊക്കെ ഇപ്പൊ നിൽക്കുന്ന സംഗതി എന്താ വെച്ചാൽ അങ്ങനെ നിന്നോട്ടെ, ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, ഇതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അതുകൊണ്ട് തന്നെയുള്ള ഹദീസിൽ ഇബ്നു കസീർ തന്നെ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് അറിഞ്ഞപ്പോ അവിടുത്തെ ഉമ്മയായ പിന്നെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, അതായത് ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അവര് മകനായ അബ്ദുള്ളയോട് പറഞ്ഞു, മാ റഅയ്തു വലദൻ അഖമിൻക ഖത്തു, നിന്നെക്കാളും മാതാപിതാക്കളെ ഇടങ്ങാറാക്കിയ ഒരു മോനെ ഞാൻ കണ്ടിട്ടില്ല മോനെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മഹദി ചോദിക്കാണ്, അകുൻത തഅമനു അൻ തകൂന ഉമ്മുകി ഖദ് ഖാറഫത് മാ ഖാറഫ അഹ്ലുൽ ജാഹിലിയ്യ, ജാഹിലിയാക്കൾ ചെയ്തിരുന്ന പല തെറ്റുകളും നിന്റെ ഉമ്മ ചെയ്തിട്ടില്ല എന്ന് നിനക്കെങ്ങനെയാ ഉറപ്പുണ്ടാവുക? അങ്ങനെ നിന്റെ ഉമ്മ തെറ്റ് ചെയ്തിട്ട് അതിലുണ്ടായതായിരുന്നു നീ എങ്കിൽ ഫതഫ്ലഹുഹാ അലാ റൂസിന്നാസ്, ജനങ്ങളുടെ മുന്നിൽ വെച്ച് നീ ആ ഉമ്മയെ വഷളാക്കലല്ലേ ആ ചോദ്യം മുഖേന ചെയ്യുക? അപ്പൊ ഞാൻ ചോദിച്ചത് ബുദ്ധിമോശമായി എന്നർത്ഥം. ഇപ്പൊ കുഴപ്പമുണ്ടായിട്ടില്ല. കാരണം എന്താ, ഇപ്പൊ നിനക്ക് നിന്റെ അഭിമാനം സംരക്ഷിക്കാനും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുമുള്ള അവസരം ഉണ്ടായി. പക്ഷെ സംഗതി ഇങ്ങനെ തന്നെ, നിനക്ക് ഉറപ്പൊന്നുമില്ലല്ലോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നീ ആ ചോദ്യം ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴുള്ള ഈ യാഥാർത്ഥ്യമല്ല സംഗതിയെങ്കിൽ നബി തങ്ങൾ ആ സത്യം പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ ഞാനും വഷളാവൂലായിരുന്നോ? അപ്പൊ ഫഖാല, മകനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ അൽഹഖനി ബി അബ്ദിൻ അസ്വദ ലലഹഖതുഹു, ഉമ്മ നിങ്ങൾ ബേജാറാവണ്ട, എന്നെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കറുത്ത അടിമയോട് ചേർത്തു പറഞ്ഞാലും, അതായത് ഞാൻ ഏതെങ്കിലും ഒരു അടിമയുടെ മകനാണെന്ന് റസൂലുള്ള പറഞ്ഞാലും ലലഹഖതുഹു, എന്റെ ഉപ്പയായ അദ്ദേഹത്തെ ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉമ്മാനെ വഷളാക്കാനല്ല, എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാനാണ്. ഹുദാഫ റളിയല്ലാഹു അൻഹു അല്ല എന്റെ ഉപ്പയെങ്കിൽ ആരാണെന്നാണ് മുത്തുനബി ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ആ ചൂണ്ടിക്കാണിക്കുന്ന ആളെ ഉപ്പയായി സ്വീകരിക്കാൻ ഞാൻ റെഡിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിവിടെ നിന്നുള്ള ഗുണപാഠം, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ട. കാരണം അതിന്റെ കൃത്യമായ മറുപടി കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നും. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, അയിന അബി, എന്റെ ഉപ്പ എവിടെയാണ് നബി എന്ന് ചോദിച്ചു. അപ്പൊ ഖാല ഫിന്നാർ, നബി തങ്ങൾ പറഞ്ഞു നരകത്തിലാണെന്ന്. അപ്പൊ നോക്കൂ, നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായും അദ്ദേഹത്തിന് എന്ത് വിഷമമുണ്ടാകും? അപ്പൊ ആ ചോദ്യം ചോദിക്കാൻ പോകേണ്ടതില്ലായിരുന്നു എന്ന് ചുരുക്കം. അങ്ങനെ നബി തങ്ങളോട് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പലരും ചോദിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തിലും ഗൗരവത്തോടെ മറുപടിയും പറഞ്ഞപ്പോ വിഷയത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നിയ ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ഫഖാമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എഴുന്നേറ്റു, ഫഖാല, എന്നിട്ട് പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ വബിൽ ഖുർആനി ഇമാമാ ഇന്നാ യാ റസൂലല്ലാഹ് ഹദീസു വഹദിൻ ബിജാഹിലിയത്തിൻ വശിർക്കിൻ വല്ലാഹു അഅലമു മൻ ആബാഉനാ. നബി തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും തങ്ങളെ നബിയായും ഖുർആനെ ഇമാമായും സ്വീകരിച്ചവരാണ് ഞങ്ങൾ ജാഹിലിയത്തും അതേപോലെ ശിർക്കുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടിയ ഒരു സമൂഹമാണ്. ഇപ്പൊ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്നവരാണ്. ഞങ്ങളടുത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിലും തങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണേ നബിയെ എന്നർത്ഥത്തിൽ, ഞങ്ങളെ പിതാക്കളൊക്കെ എത്ര മോശക്കാരായിരുന്നു എന്നറിയാമല്ലോ എന്നർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ സമസ്താപരാധം പറഞ്ഞപ്പോൾ ഫസക്കന ഖലബുഹു, റസൂലുള്ളാഹിയുടെ ദേഷ്യം അടങ്ങിയെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല നമ്മളോട് പറയാൻ വേണ്ടി പറയുന്നത്, ആവശ്യമില്ലാത്ത പലതും നിങ്ങൾ ചോദിക്കരുത്. ചോദിച്ചാൽ അല്ലാഹു തആല അതിന് നിങ്ങൾക്ക് പകരം തരും, കൃത്യമായിട്ടുള്ള വിശദീകരണം തരും. ആ വിശദീകരണം തന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യേണ്ട, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ട.
അതായത് അല്ലാഹു തആല ചില സംഗതികളിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു വ്യവസ്ഥ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ട് അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണ്ട, ആ പറഞ്ഞിടത്ത് നിന്നാ മതി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് തന്നെയുണ്ട്, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ദറൂനി മാ തറക്തും, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ച അഥവാ ഞാൻ വിശദീകരിക്കാതെ വിട്ട സംഗതികൾ നിങ്ങൾ എന്നെ വിട്ടേക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസറത്തു സുആലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, കാരണം നിങ്ങളുടെ മുമ്പുള്ളവരെ നാശത്തിൽ എത്തിച്ചത് അവരുടെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും നബിമാര് പറഞ്ഞതിനെതിരു പറഞ്ഞതുമാണ്. അപ്പൊ ഒരു സംഗതിയുടെ വിശദീകരണം തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണ്ട, ആ പറഞ്ഞതിന്റെ ബാഹ്യമായ വശത്തിൽ മാത്രം നിന്നാ മതി. അതൊന്നുകൂടി വ്യക്തമാക്കുന്ന ഹദീസ് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹ ഫറള ഫറായില ഫലാ തുദയ്യിഊഹ, അല്ലാഹു ചില നിർബന്ധങ്ങൾ നിങ്ങൾക്ക് നിശ്ചയിച്ചു, അതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. വഹദ്ദ ഹുദൂദൻ ഫലാ തഅതദൂഹ, ചില അതിർവരമ്പുകൾ അല്ലാഹു നിർണയിച്ചു, അതിനെ നിങ്ങൾ മറികടക്കരുത്. വഹറമ അശ്യാഅ ഫലാ തൻതഹിഖൂഹ, ചില സംഗതികൾ അല്ലാഹു ഹറാമാക്കി, അത് നിങ്ങൾ പറിച്ചു കളയരുത്. വസക്കത്താൻ അശ്യാഅ, ചില സംഗതികളെക്കുറിച്ച് അള്ളാഹു മൗനം പാലിച്ചു, അതായത് അത് ഹറാമാന്നും ഹലാലാന്നും വാജിബാന്നും സുന്നത്താന്നും ഒന്നും പറഞ്ഞില്ല, അത് റഹ്മത്തൻ ബിക്കും, അത് നിങ്ങളോട് കാരുണ്യം കാണിച്ചതാണ്, ഗൈറ നിസ്യാനിൻ, മറന്നിട്ടൊന്നുമല്ല, ഫലാ തസ്അലു അൻഹ, അതുകൊണ്ട് അതിന്റെ വിധി എന്താ നിങ്ങൾ ചോദിക്കണ്ട. അപ്പൊ ഹറാമാണെന്ന് കൃത്യമായി പറഞ്ഞത് നിങ്ങൾ ഹറാമായും, ഫർളാണെന്ന് കൃത്യമായി പറഞ്ഞതിന് നിങ്ങൾ ഫർളായും തീരുമാനിക്കുക. അതേസമയത്ത് ചിലതിനെ കുറിച്ച് അള്ളാഹു മൗനം പാലിച്ചാൽ നിങ്ങൾ ചെയ്യണേ ചെയ്യാം, ചെയ്യണ്ടേ ചെയ്യണ്ട എന്ന അർത്ഥത്തിൽ മാറ്റിവെച്ചാൽ മതി, അല്ലാതെ അതിന് ഡീറ്റെയിൽസ് അന്വേഷിച്ചു പോകരുത് എന്നാണ്. കാരണം ഖുർആൻ പറഞ്ഞത് ഖസ്അലഹ ഖൗമും മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ് ചില ജനങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, സുമ്മാ അസ്ബഹു ബിഹാ കാഫിരീൻ, എന്നിട്ട് അവരതുകൊണ്ട് നിഷേധികളായി എന്ന് പറഞ്ഞാൽ അവര് ചോദ്യങ്ങൾ ചോദിച്ചു. ഉദാഹരണം, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത, സമൂദ് ഗോത്രക്കാർ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് ദീനീ പ്രബോധനം നടത്തിയ സാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് നിങ്ങൾ പ്രവാചകനാന്നുള്ളതിന് തെളിവായിട്ട് എന്ത് ചെയ്യണം, ആ കാണുന്ന പാറയുടെ ഉള്ളുന്നൊരു ഗർഭിണിയായ ഒട്ടകത്തെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അത് കൊടുന്നാങ്ങൾ ഇങ്ങനെയൊക്കെ അതിനോട് നീതി പാലിക്കണം, അതിനോട് നിയമം പാലിക്കണം എന്ന് പറഞ്ഞു, ഒക്കെ അംഗീകരിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തു, അതിനെ കൊന്നുകളഞ്ഞു. അപ്പൊ എന്താ ഉണ്ടാവണത്, അവർ ആവശ്യപ്പെട്ട തെളിവുകൾ കൊടുത്തിട്ട് അവർ നിഷേധികളാവുമ്പോൾ നിഷേധത്തിന് ഒന്നുകൂടി സ്ട്രോങ് കൂടുകയാണ്. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ട എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ വിശദീകരിക്കുന്നത്. അല്ലാഹു മര്യാദ പാലിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.